ഇന്നത്തേത് ഒരു മൂന്നാർ ട്രിപ്പിൻ്റെ വ്ളോഗാണേ. രാവിലെ 6 മണിയാകുമ്പോഴേക്ക് റെഡിയായി നിൽപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞതാ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്. ഒരു 4 ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. 2 ഫാമിലി ഇതാ ഞങ്ങൾ ഈ വണ്ടിയിലും, വേറെ 2 ഫാമിലി ഉണ്ടായിരുന്നു അവർ വേറെ വണ്ടിയിലുമായിരുന്നു പോകുന്നത്. അതിനുള്ള അടിച്ച് പൊളിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ ഹോട്ടലിൽ. കണ്ടില്ലേ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഗീ ഇഡ്ഡലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതെന്നാണ് തോന്നുന്നു. എല്ലാവരും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. പിള്ളേർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതാ ഞങ്ങൾക്കുള്ള മസാല ദോശയൊക്കെ വന്നു. പക്ഷേ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അതാ ഇടിയപ്പം, കടലക്കറി, അവിടെ നിന്ന് വെറൈറ്റി ഫുഡുകളൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ഒരു 4-4.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ മൂന്നാർ എത്തി. അപ്പോഴേക്കും ഒരു ഉച്ച കേട്ടോ, കറക്റ്റ് നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈമായി. അപ്പോൾ ഞങ്ങൾ നേരെ ലഞ്ച് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ലഞ്ച് കഴിക്കാനായിട്ട് എല്ലാവരും മൂന്നാറിലുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ കയറിയത്. കുറച്ച് പേരൊക്കെ മീൽസ് ഓർഡർ ചെയ്തു, കുറച്ച് പേരൊക്കെ ബിരിയാണി. ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മീൽസ് ഓർഡർ ചെയ്തവരിൽ നിന്ന് ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടിയാണ് കേട്ടോ ഞാൻ ബിരിയാണി കഴിക്കുന്നത്. ഫിഷ് ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. പിലോപ്പി ആയിരുന്നു ഫിഷ് ഫ്രൈ മേടിച്ചത്. അത് കഴിഞ്ഞതാണ് ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച്. അവിടെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് വെയിലുണ്ടെങ്കിലും ഒരു നോർമൽ ക്ലൈമറ്റാണ്. അത് നല്ല തണുപ്പുമില്ല, പക്ഷെ ഉച്ചയാണല്ലോ ടൈം. അത് നമുക്ക് വല്ലാണ്ട് ചൂടുമില്ല. നമുക്ക് എന്താ പറയുക, എല്ലാ സ്ഥലങ്ങളും ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ക്ലൈമറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാനതിനും തൊട്ട് മുൻപ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ ഒരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ കുറച്ച് പിള്ളേർക്ക് കളിക്കണ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോവാണേ. അപ്പോഴാണ് വഴിയരികിൽ ഇങ്ങനെ ഇങ്ങനെ വെവിച്ച് കഴിക്കണ ചോളം ഉണ്ടല്ലോ, അതെങ്ങനെ കൊടുക്കുന്നത് കണ്ടത്. അപ്പം ഞങ്ങൾ അത് മേടിച്ച് കഴിച്ചു. അപ്പം അവിടെ തന്നെയുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്. അപ്പോഴേക്കും ഒരു ടൈമൊക്കെ ഏകദേശം ഉച്ച തിരിയണ ടൈമായി തുടങ്ങി. അപ്പോഴേക്കും തണുപ്പൊക്കെ വന്നു തുടങ്ങി. അടിപൊളി വ്യൂ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടുത്തെ ഞങ്ങൾ നേരെ പോയത് റൂമിലോട്ടാണ് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോയി. അടിപൊളി റൂമായിരുന്നു കേട്ടോ. കുറച്ച് എന്താ പറയുക, ഇറക്കവും കയറ്റവും അങ്ങനെ നമുക്ക് ലഗേജൊന്നും നമുക്ക് സ്വയം കൊണ്ടുപോകാൻ പറ്റില്ല, അവരാണ് കൊണ്ടുവന്നത്. നമുക്ക് സ്വയം താങ്ങി പിടിച്ച് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ നമ്മുടെ റൂം എത്തി. ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ സംഭവം. കാരണം ഇതാണ് ഞങ്ങളുടെ റൂം, അതിൻ്റെ താഴെ ടെൻറ്റ് കണ്ടോ, അതും ഞങ്ങളെടുത്തത് തന്നെയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു അവിടെ. അതുകഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഫുള്ളെല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് അടിച്ചു പൊളിച്ചു. ഡാൻസ് കളിക്കാൻ അറിയാത്തവർ പോലും വന്ന് ഡാൻസ് കളിച്ചു കേട്ടോ.